السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما تصدق أحد بصدقة من طيب ولا يقبل الله إلا الطيب إلا أخذها الرحمن بيمينه وإن كانت تمرة فتربو بكف الرحمن حتى تكون أعظم من الجبل كما يربي أحدكم فلوه أو فصيله. رواه مسلم وأحمد والترمذي والنسائي وابن ماجه رحمة الله عليه. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വളരെ ശ്രദ്ധയോടുകൂടി നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. 5 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മനുഷ്യൻ നിർവഹിക്കുന്ന ഓരോ സദഖയും ഇനി അതിൻ്റെ മാസം കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീശിയടിക്കുന്ന കാറ്റിനെ പോലെ ആവാറുണ്ടായിരുന്നു അത്രേ റമദാനൊക്കെ സമാഗതമായി കഴിഞ്ഞാൽ. അത്രയധികം സമ്പന്നനായിരുന്നു റസൂലുള്ളാഹ്, കോടീശ്വരനായിരുന്നു റസൂലുള്ളാഹ്, ലക്ഷാധിപതിയായിരുന്നു റസൂലുള്ളാഹ് എന്നൊന്നും ചരിത്രത്തിൽ കാണാൻ പറ്റൂല. വഫാത്താകുന്ന സമയത്ത് പോലും 40 നാഴി അല്ലെങ്കിൽ സേറ് അളവ് പാത്രം യവം തൻ്റെ വീട്ടുകാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ വാങ്ങിക്കൊണ്ടുവരാൻ കാശില്ലാത്തത് കൊണ്ട് തൻ്റെ ബദറിൽ അടക്കമുള്ള ശരീരത്തിൽ യുദ്ധരണാങ്കണത്തിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്ന പടച്ചട്ട ആ നാട്ടിലെ യഹൂദിയായ ഒരു മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുപോയി പണയപ്പെടുത്തി അതിൽ നിന്ന് കിട്ടിയത് കൊണ്ട് കടം വാങ്ങി ഈ ദുനിയാവിൽ നിന്ന് ജീവിച്ചു പോയ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും ശക്തമായ കൊടുങ്കാറ്റായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ എത്രയാവണം എന്നുള്ളത് നമ്മൾ തന്നെ പരിശോധിക്കുക. അവനവൻ്റെ ഖബറിൽ ഒരു വെളിച്ചം, ഒരു വെട്ടം, ഒരു ആശ്വാസം, തണൽ ഒക്കെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചാൽ അതിനുവേണ്ടി പണിയെടുക്കണം. ആത്മാർത്ഥമായി പണിയെടുക്കുന്ന പല ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നൊക്കെ അത് ഖബൂലായ അമലായി സ്വീകരിക്കട്ടെ. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഒന്ന്, സ്വതക്ക നിർവഹിക്കുമ്പോൾ ത്വയ്യിബായിരിക്കണം. ത്വയ്യിബായാൽ മാത്രം പോരാ, ഇഖ്ലാസ് ഉണ്ടാകണം. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നിർവഹിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്ത് മാഇദയിലെ 27-ാമത്തെ ആയത്തിൽ ഹാബീൽ കാബീലിന്റെ സംഭവം അല്ലാഹ് പറയുന്നുണ്ട്. ലോകത്തിലെ 1-ാമത്തെ കൊലപാതകം നടക്കാനുള്ള കാരണം അവർ രണ്ടുപേരും ഒരേ കൃഷിസ്ഥലത്ത് വിയർപ്പൊഴുക്കി അധ്വാനിച്ച് വളരെ നല്ല കർമ്മഫലങ്ങൾ കൊയ്തെടുത്തതിന് ശേഷം അതിൽ നിന്ന് നന്ദി സൂചകമായി റബ്ബിന്റെ മുൻപിൽ ഖുർബാൻ ബലി സമർപ്പിച്ചു. പക്ഷെ ഒരാളിൽ നിന്ന് സ്വീകരിക്കുകയും ഒരാളിൽ നിന്ന് തിരസ്കരിക്കുകയും ചെയ്തു. അനുജൻ്റെത് സ്വീകരിച്ചു, ജ്യേഷ്ഠൻ്റെത് തിരസ്കരിച്ചു. രണ്ടുപേരും ഒരേപോലെ പണിയെടുത്ത അവസാനം പകയിൽ നിന്ന് ഉടലെടുത്ത, വൈരാഗ്യത്തിൽ നിന്ന് ഉടലെടുത്ത ജ്യേഷ്ഠന്റെ കൈകൾ അനുജന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കണ്ണ് പുറത്തേക്ക് തള്ളി ജീവന് വേണ്ടി പടയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നൊരു വാക്യമുണ്ട്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നിന്നല്ലാതെ, ഇഖ്ലാസിൽ ഉള്ളവരിൽ നിന്നല്ലാതെ അള്ളാഹുവിന് വേണ്ടി നിർവഹിക്കുകയാണ് എന്ന വജ്ഹ് ഉദ്ദേശിച്ച് നിർവഹിച്ചില്ല എങ്കിൽ ഒരാളിൽ നിന്നും അത് സ്വീകരിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് 2 രൂപത്തിലാണ്. ഒന്ന്, ആ വ്യക്തി അത് നിയ്യത്ത് ചെയ്യുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ അക്കൗണ്ടിൽ അത് എഴുതി രേഖപ്പെടുത്തി. മറ്റൊന്ന്, വലത് കൈ കൊണ്ടാണ് അള്ളാഹു സ്വീകരിക്കുക. എത്ര ചെറുതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിസ്സാരമാക്കുകയില്ല. അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാൻ പറ്റും, ലാ തഹ്ഖറന്ന ശൈഅൻ മിനൽ മഅറൂഫി, നിങ്ങൾ നന്മയിൽ നിന്ന് ഒന്നും നിസ്സാരമായി കാണരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലീഖ്, മറ്റൊരു സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി കാണുന്നത് പോലും. ഒരിക്കൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ ഇത്തഖി നാർ ഫത്തഖുന്നാറ വലൗ ബിശക്കി തംറ, ഒരു കാരക്കയുടെ ഉണങ്ങിയ കീറിന്റെ കഷ്ണം കൊണ്ടെങ്കിലും നരകത്തിനെ പ്രതിരോധിക്കണം. നരകം എന്ന് പറഞ്ഞാൽ വലിയൊരു ചേമ്പറാണ്, ഗ്യാസിന്റെ ചേമ്പർ എന്ന് സങ്കല്പിച്ചാൽ അതിലൊരു തുള വീണാൽ ആ തുളയടക്കാൻ ഒരു ചെറിയ മുട്ടസൂചിയുടെ മുന
കൊണ്ട് അടയ്ക്കുന്നത് പോലെ നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കാൻ ചെറുതെങ്കിലും ചെറുത് നീ ഉപയോഗിക്കണം. അങ്ങനെ നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ഒരു സ്വതക്ക അള്ളാഹുവിന്റെ മാർഗത്തിൽ നിർവഹിച്ചു കഴിഞ്ഞാൽ അതൊരു കാരക്കയുടെ അത്രയേ ഉള്ളൂ ഉണങ്ങിയതെങ്കിൽ പോലും അള്ളാഹു അത് സ്വീകരിക്കുകയും അവന്റെ വലം കൈ കൊണ്ട് സ്വീകരിക്കുകയും ചെയ്യും. എന്നിട്ട് അവൻ അതിനെ വളർത്തിക്കൊണ്ടുവരും. ജബൽ, ഒരു പർവ്വതത്തിന്റെ അത്ര വലുപ്പമുള്ളത്. നമുക്കൊക്കെ കാണാതെ അറിയുന്നതാണല്ലോ സൂറത്ത് നബയിലെ 7-ാമത്തെ ആയത്ത്, വൽ ജിബാല ഔതാദൻ, ആണികളാക്കിയിട്ടില്ലേ പർവ്വതങ്ങളെ എന്ന. മുകളിൽ എത്രയാണോ ഉള്ളത് അതിന്റെ 3 ഇരട്ടിയെങ്കിലും താഴേക്കുണ്ടായിരിക്കും. ഒരു സൽബലം, ഒരു രൂപ നമ്മൾ കൊടുത്താൽ അത് ഏറ്റവും ചുരുങ്ങിയതൊരു 3 ഇരട്ടിയെങ്കിലും താഴത്തേക്ക് ഗുണം കിട്ടും. ഒന്നാമത്തെ താഴെ ഏതാ? ഒന്നാമത്തെ താഴെ അവനവന്റെ ഖബറാണ്, രണ്ടാമത്തെ അവന്റെ ബർസഖാണ്, മൂന്നാമത്തെ പരലോകമാണ്. ഈ 3 തലത്തിലും അതിന്റെ എല്ലാവിധ സുഖവും അയാൾക്ക് അനുഭവിക്കാൻ കഴിയും എന്നർത്ഥം. ഈ രൂപത്തിലായിരിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. മറ്റൊന്ന് പറഞ്ഞു, ഒട്ടകത്തിന്റെ കുട്ടി അല്ലെങ്കിൽ കുതിരയുടെ കുട്ടിയെ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വളർത്തി വലുതാക്കും. കൊടുത്തവനും വാങ്ങിയവനും പക്ഷേ മറന്നു പോയിട്ടുണ്ടാകും, പക്ഷേ എടുത്തവൻ അത് എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകുമെന്ന് കൂടി അതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കാരക്ക ചിലവഴിക്കുന്നുവെങ്കിൽ അതിനെ നാളെ ഒരു പർവ്വതത്തിന്റെ അത്ര വളർത്തി വലുതാക്കി അതിന്റെ ഉടമയ്ക്ക് വേണ്ടി അള്ളാഹു പരിപാലിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അത്തരമൊരു സ്വതക്ക നിർവഹിക്കുവാൻ ആവശ്യമായ തഖ്വ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നാം നിർവഹിക്കുന്ന എല്ലാ ഇബാദത്തിലും ഇഖ്ലാസ് നിറഞ്ഞു നിൽക്കുന്നവയായി തീരാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അതിന്റെ സൽബലങ്ങൾ ഇരുലോകത്തും അനുഭവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്ന പാകപ്പിഴവുകൾ അല്ലാഹു മറച്ചു വെച്ച് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അവയ്ക്ക് പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾ, പ്രായാധിക്യമുള്ള ആളുകൾ, ആശുപത്രികളിലും വീടുകളിലും കഴിഞ്ഞുകൂടുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എവർക്കും ആഫിയത്തും ദീർഘായുസ്സുമുള്ള സ്വഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ ആരോഗ്യം അല്ലാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു അവരുടെയും നമ്മുടെയും എളുപ്പമാക്കി തന്ന അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തഖീകളായി ജീവിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും വെപ്രാളവും ബേജാറും വേദനയും മാറ്റി നിർത്തിക്കൊണ്ട് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ഷഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.